ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഈസി ടേസ്റ്റി ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ്റെ ബാക്കിൽ എപ്പോഴും ഒരു കറുത്ത നൂല് പോലുള്ള ഭാഗം ഉണ്ടാകും. അത് നമ്മൾ വലിച്ചെടുത്ത് കളയണം. നമ്മൾ ഈ ഒരു ചെമ്മീൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഈ ഒരു തലയോട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മളിനി കറി വെക്കുമ്പോഴായാലും ഇതുപോലെ തലയോടുകൂടി കറി വെക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് ഈ ഒരു പാത്രത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീൻ മുഴുവനായിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെമ്മീൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ തലയൊക്കെ ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.